പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് പോലെ ഞങ്ങളോട് സഹകരിക്കുക. പുതിയതായി കേട്ടു തുടങ്ങുന്നവരെല്ലാം ഉൽപ്പത്തി പുസ്തകം 1 മുതലുള്ള അധ്യായങ്ങൾ വായിച്ച് ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഒപ്പം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നിങ്ങളെവിടെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് സംഖ്യാപുസ്തകം 2-ാം അധ്യായം. കർത്താവ് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്ര മുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളം ഉറപ്പിക്കുകയും വേണം. അമിനാദാബിന്റെ മകൻ നഹ്ഷോന്റെ നേതൃത്വത്തിലുള്ള യൂദാ ഗോത്രം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 74,600 പേർ. അതിന് അടുത്ത് സുവാറിന്റെ മകൻ നെത്താളിന്റെ നേതൃത്വത്തിലുള്ള ഇസാക്കർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹെലോന്റെ പുത്രൻ ഏലിയാബിന്റെ നേതൃത്വത്തിലുള്ള സെബൂലിയൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷദേയൂറിന്റെ മകൻ എലിസൂറിന്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്കു ഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരിഷാദായിയുടെ പുത്രൻ ഷെലൂമിയേലിന്റെ നേതൃത്വത്തിലുള്ള ഷിമയോൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റെഹൂബേലിന്റെ പുത്രൻ എലിയോസാഫിന്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവന്റെ സൈന്യത്തിൽ 45,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ 1,41,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവിയുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരം അടിക്കുമ്പോൾ എന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമിഹൂദിന്റെ മകൻ എലിഷാമയുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവന്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പിളഹസൂറിന്റെ പുത്രൻ ഗമാലിയേലിന്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം.
അവന്റെ സൈന്യത്തിൽ 37,200 പേർ. അതിനപ്പുറം ഗിദെയോത്തിയുടെ പുത്രൻ അബിദാവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിന് ആകെ 1,08,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമിക്ഷദായിയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്കു ഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 62,700 പേർ. അതിനടുത്ത് ഒക്ടാന്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം, അവന്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാന്റെ മകൻ അങ്കീരയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം, അവന്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിന്റെ പാളയത്തിൽ ആകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമം അനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.